ഷെക്കേന ന്യൂസിന്റെ സ്പെഷ്യൽ ഈവനിംഗ് ഡിബേറ്റ് 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം വളരെ ചരിത്ര പ്രാധാന്യമേറിയ ഒരു സംഭവത്തിന് ബ്രിട്ടീഷ് ജനത സാക്ഷ്യം വഹിക്കുകയുണ്ടായി. പതിനായിരക്കണക്കിന് ജനങ്ങളാണ് അനധികൃത കുടിയേറ്റത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ലണ്ടന്റെ തെരുവുകളിൽ അണിനിരുന്നത്. ഈ ആധുനിക കാലഘട്ടത്തിലെ ലണ്ടന്റെ ചരിത്രത്തിൽ അതൊരു അപൂർവ ഏടായിരുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഏകദേശം 10-12 വർഷങ്ങളായി മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ അഭയാർത്ഥികളുടെ രൂപത്തിൽ തങ്ങളുടെ രാജ്യത്തേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധിനിവേശം, അതിൽ ഗതികെട്ടിട്ടാണ് തദ്ദേശീയരായിട്ടുള്ള വെള്ളക്കാരായിട്ടുള്ള ജനങ്ങൾ UK തെരുവുകളിൽ അണിനിരുന്നത്. അത് കുരിശിന്റെ സിമ്പലൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട്, പതാകകളൊക്കെ കൈകളിൽ ഏന്തിക്കൊണ്ടാണ്, യൂണിയൻ ജാക്ക്, ഒപ്പം തന്നെ സെന്റ് ജോർജ് ക്രോസ് ഒക്കെ കൈകളിൽ ഏന്തിക്കൊണ്ടാണ് ആ ഒരു റാലി അവിടെ നടന്നത്. തീർച്ചയായിട്ടും പല മാധ്യമങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരു വിപ്ലവത്തിന്റെ ഒരു തുടക്കമാണ് എന്നൊക്കെ പല മാധ്യമങ്ങളും ഒക്കെ ഈ ഒരു സംഭവത്തെ വിശകലനം ചെയ്യുന്നുണ്ട്. തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ വലിയൊരു ആവിർഭാവം ബ്രിട്ടനിൽ, ഒപ്പം തന്നെ യൂറോപ്പിൽ വിവിധ രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ലണ്ടന്റെ തെരുവിൽ അരങ്ങേറിയ പതിനായിരക്കണക്കിന് ജനങ്ങൾ അണിനിരന്ന ആ ഒരു പ്രതിഷേധ റാലി നൽകുന്ന ഒരു സൂചന എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് തദ്ദേശീയരായിട്ടുള്ള വെള്ളക്കാരായിട്ടുള്ള ജനങ്ങൾ ഗതികെട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരത്തിന് ഇറങ്ങേണ്ടി വരുന്നത്? ഈ വിഷയങ്ങളാണ് ഇന്ന് 4 മണി ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ഇന്ന് ചേരുന്നു UK നിന്നും പൊതുപ്രവർത്തകൻ ശ്രീ അപ്പച്ചൻ കണഞ്ചിറ, ഒപ്പം തന്നെ ജർമ്മനിയിൽ നിന്നും മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോസ് കുമ്പളവേലിൽ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നമസ്കാരം. ആദ്യം ഞാൻ UK തന്നെ വരികയാണ്, കാരണം UK കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ശ്രീ അപ്പച്ചൻ കണഞ്ചിറ, എന്താണ് യഥാർത്ഥത്തിൽ UK സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ്, നമുക്കറിയാം ഈ തദ്ദേശീയരായിട്ടുള്ള വെള്ളക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ അങ്ങനെ ഒത്തിരി ഇത്തരത്തിലുള്ള ഒരു മാസീവായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ ഇറങ്ങുന്ന കാഴ്ച വളരെ വിരളമാണ്. പക്ഷെ എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഏകദേശം ചില കണക്കുകളൊക്കെ പറയും 1.5 ലക്ഷത്തിലധികം എന്നൊക്കെ പറയുന്നു. തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ സോഴ്സുകൾ പറയുന്നു അത് ചിലപ്പോൾ അതിലും കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ഏത് സാഹചര്യത്തിലാണ് അവർ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് ഉദ്യമിച്ചത്? ശ്രീ അപ്പച്ചൻ കണഞ്ചിറ. നമസ്കാരം ജോ സാറ്. ഇത് അപ്പച്ചൻ കണഞ്ചിറ UK നിന്നാണ്. അപ്പം നമ്മൾ ടോമി റോബിൻസൺ എന്നറിയപ്പെടുന്ന സ്റ്റീഫൻ ക്രിസ്റ്റഫർ യാക്സിലേനൻ, അദ്ദേഹം ഒരു തീവ്ര വലതുപക്ഷ പ്രവർത്തകനും UK ഏറ്റവും പ്രമുഖ ഇസ്ലാം വിരുദ്ധ പ്രചാരകരിൽ ഒരാളുമാണ്. അദ്ദേഹം നൽകിയ സന്ദേശങ്ങൾ, അദ്ദേഹം പ്രബോധനം നൽകിയ വികാരങ്ങൾ ജനങ്ങൾ അത് ഏറ്റെടുത്തു എന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് ആ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ തമ്പടിക്കാൻ കാരണം. ഈ രാജ്യത്ത് വന്നിരിക്കുന്ന അസമാധാനത്തിനും അതിക്രമങ്ങൾക്കും കാരണമായ കുടിയേറ്റ ജനത എന്ന് പറയുന്നത് ഈ വിലയങ്ങളിൽ നിയമവശമല്ലാതെ ഇവിടെ വന്നിരിക്കുന്ന അഭയാർത്ഥികള്, നിയമത്തിലൂടെ അല്ലാതെ വന്നിരിക്കുന്ന അഭയാർത്ഥികൾ ഈ രാജ്യത്ത് ഉളവാക്കുന്ന അക്രമവും അസമാധാനത്തിനെതിരെയും, കൂടാതെ രാജ്യ സുരക്ഷ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി രാജ്യം സ്വരുക്കൂട്ടുന്ന സമ്പത്തിന്റെ ഒരു ഭീമമായ തുക ഇത്തരം ആൾക്കാരെ സുഭിക്ഷമായിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ മറ്റു പ്രവർത്തനങ്ങൾക്കുമായി ചിലവഴിക്കുന്നതിൽ ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് അതിൽ അതൃപ്തിയുണ്ട്. കാരണം രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ഏറെ മന്ദീപിപ്പിക്കുകയും രാജ്യത്തിന്റെ സുരക്ഷയെ ഏറെ അതിക്രമിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഈ വന്നിരിക്കുന്ന ഈ അഭയാർത്ഥികളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പൊ അഭയാർത്ഥികളെ പറ്റി, ഈ തദ്ദേശീയർ ചിന്തിക്കുന്ന നിലപാടുകളെ പറ്റി നമുക്ക് അങ്ങനെ വിമർശന വിധേയമാക്കാൻ കഴിയില്ല. കാരണം പ്രത്യേക അജണ്ടയുടെയും അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക പ്രായക്കാര് വന്നിരിക്കുന്ന ഒരു അഭയാർത്ഥി പ്രവാഹമാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെയും ഇവരെ സുഭിക്ഷമായി സംരക്ഷിച്ച് പരിപാലിച്ചു വരുന്ന ഗവൺമെന്റുകളുടെ നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഈ ജനങ്ങളിൽ നിന്ന് യാളിക്കെത്തിയിരിക്കുന്നതിന്റെ പിന്നിലത്തെ കാര്യങ്ങൾ. ഇതാണ് ഈ സംഭവത്തിന്റെ പിന്നിലുള്ളത്. ഓക്കെ, നമുക്കറിയാം അതിൽ മുഴുങ്ങിക്കേട്ട ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് വി വാണ്ട് അവർ കൺട്രി ബാക്ക്. അപ്പം അതിനർത്ഥം ആരൊക്കെയോ അവരുടെ രാജ്യത്തെ ഇപ്പോൾ പിടിച്ചടക്കി വെച്ചിരിക്കുന്നു എന്നതാണ് ആ മുദ്രാവാക്യം നൽകുന്ന സൂചന. അപ്പോൾ അവിടെ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള അഭയാർത്ഥി പ്രവാഹം അവിടെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അധിനിവേശപരമായിട്ടുള്ള ഒരു പ്രവണത അങ്ങേക്ക് ഒന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും യൂറോപ്പിന്റെ തനതായിട്ടുള്ള, പ്രത്യേകിച്ച് ബ്രിട്ടന്റെ തനതായിട്ടുള്ള ക്രൈസ്തവ ഒരു സംസ്കാര തനിമയുണ്ട്.
സാംസ്കാരികമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ടുള്ള മറ്റ് മേഖലകളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ അങ്ങ് അതിൻ്റെ ഒരു സൂചന നൽകിയിരുന്നു. അപ്പോൾ അത്തരം മേഖലകളിലേക്ക് ഇവർ നടത്തുന്ന ഒരു അധിനിവേശ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു കടന്നു കയറ്റം യു കെയിലെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ, സമാധാനകാംക്ഷികളായിട്ടുള്ള ജനങ്ങളെ എത്രത്തോളം അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്, അവരെ എത്രത്തോളം ഈ ഒരു സ്ഥിതിവിശേഷം ഗുരുതരമായിട്ട് ബാധിച്ചിട്ടുണ്ട്? അങ്ങയുടെ ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പങ്കുവയ്ക്കും. ഇതൊരു ക്രൈസ്തവ രാജ്യമായിട്ടാണ് നമ്മൾ നിലനിന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറയിൽ തദ്ദേശീയർ കുറച്ച് പിന്നോക്കം പോയപ്പോൾ അത് ഇസ്ലാമിസ്റ്റുകൾ അത് അതിക്രമിച്ച് കയറുന്ന, അവരെ മേൽക്കോയ്മ കാണിക്കുന്ന ഒരു സവിശേഷതയിലേക്ക് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർ വിവിധങ്ങളായ അവരുടെ കൂട്ടായ്മകൾ സംബന്ധിച്ചുകൊണ്ടും രാജ്യത്തിന്റെ അഖണ്ഡതയെ വെല്ലുവിളിച്ചുകൊണ്ടും ഇസ്ലാമിസ്റ്റ് പ്രവർത്തനങ്ങൾ ഇവിടെ ആഴത്തിൽ വരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവര് പരസ്യമായി രംഗത്തിറങ്ങിയപ്പോഴാണ് പല രീതികളിലുള്ള വിവിധ ഇതുപോലെയുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തടിക്കുരിശുമായി നടത്തിയ കുരിശ് യുദ്ധങ്ങൾ, ഈ ലൂട്ടൻ വിവിധ ഭാഗങ്ങൾ മുസ്ലിം കേന്ദ്രങ്ങൾ നടന്നപ്പോൾ പോലീസിന്റെ സംരക്ഷണവും കാര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ പിന്നീട് അത് ഇസ്ലാമിസ്റ്റുകളുടെ ഇതിന്റെ അകത്ത് തന്നെ അവർ പെട്ടുപോയി, അങ്ങനെ നിന്നുപോയ പല മുന്നേറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഈ വരുന്ന അഭയാർത്ഥികളും ഈ ഇവിടെ തമ്പടിച്ചിരിക്കുന്ന ലീഗൽ വഴിയിലൂടെ വന്നു എന്ന് ധരിപ്പിക്കുന്ന തരത്തിലുള്ള മറ്റു മുസ്ലിം കൺട്രിയിലെ ജനങ്ങളും കൂടെ സമന്വയിച്ചുകൊണ്ട് ഇതൊരു ഇസ്ലാമിസ്റ്റ് മാർഗത്തിലേക്ക് തിരിക്കുന്ന സമയത്ത് ക്രൈസ്തവർക്ക് അവരുടേതായ ക്രൈസ്തവ രാജ്യത്തിന്റെ ആ സാമുദായിക നിലനിൽപ്പിന് ഭീഷണിയായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉദാഹരണമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഇവർ തമ്പടിച്ചിരിക്കുന്നത് ഒരു കോളനിസത്തിന്റെ ആ ഒരു ശൈലിയിലാണ്. ആ സ്ഥലത്ത് നമ്മുടെ നിയമപാലകർക്ക് പോലും അകത്ത് കടന്ന് നിയമത്തെ സംരക്ഷിക്കുന്നതിനോ നടപടികൾ നടത്തുന്നതിനോ വരെ സാഹചര്യമില്ലാത്തൊരു സവിശേഷ ഒരു അത്ര ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോയി എത്തിച്ചിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള ഒരു വികാരങ്ങൾ പലപ്പോഴായി ആളിക്കത്തിയെങ്കിലും ഇപ്പോൾ ഒക്കെ മരണത്തോടെ അത് കൂടുതൽ വികാരപരമായിട്ട് ഒരു ക്രൈസ്തവ രാജ്യത്തെ തിരിച്ചു പിടിക്കുന്നതിനും ഇത് ഇംഗ്ലണ്ടിന്റെ ഈ തദ്ദേശീയരുടെ രാജ്യമാണെന്നൊരു ബോധവൽക്കരണം നടത്തുന്നതിനും വേണ്ടി ഇത് കൂടുതൽ ആളിക്കത്തി എന്നുള്ളതാണ് അതിന്റെ പരമാർത്ഥം. എന്തൊക്കെയായാലും ശരി, രാജ്യത്തിന് സമാധാനത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയായിട്ട് ഇത്ര ഇസ്ലാമിസ്റ്റ് പ്രവർത്തനങ്ങൾ, അത് എല്ലാവരുമാണോ എന്ന് പറയത്തില്ലെങ്കിലും നല്ലൊരു ശക്തമായ ഒരു ഇസ്ലാമിസ്റ്റ് പ്രവർത്തനങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഇത് രാജ്യത്തിന്റെ സുരക്ഷയും അഖണ്ഡതയും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ബോധവൽക്കരിക്കുവാനും അത് ജനങ്ങളിൽ എത്തിക്കുവാനും ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാനും ഒരു സാഹചര്യം ഈ റോബിൻസനെ പോലെയുള്ള ചിന്താധികാർക്ക്, വലതുപക്ഷ ചിന്താധികാർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഭാഗം. ഞാൻ ശ്രീ ജോസ് കുമ്പളവലിലേക്ക് വരികയാണ്. ശ്രീ ജോസ് കുമ്പളവലി, നമുക്കറിയാം ഈ ഒരു ഇത്തരത്തിലുള്ള സമാന സ്വഭാവമുള്ള വിഷയം നമ്മൾ പലതവണ നമ്മളൊരു സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ ചർച്ച ചെയ്താണ്. എനിക്ക് തോന്നുന്നു യൂറോപ്പ് ഒരു സുബോധത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ലണ്ടനിൽ വീണ ആ ഒരു തീപ്പൊരി, പ്രത്യേകിച്ച് ഈ അഭയാർത്ഥി പ്രവാഹത്തിനെതിരെ, അധിനിവേശ സ്വഭാവത്തിനെതിരെ അവിടെ വീണിരിക്കുന്ന ഒരു തീപ്പൊരി കാട്ടുതീ പോലെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ ശ്രീ ജോസ് കുമ്പളവലി? നല്ലൊരു ചോദ്യമാണ്. അത്തരമൊരു സാധ്യത നമുക്കൊരിക്കലും തള്ളിക്കളയാനാവില്ല നിലവിലെ സാഹചര്യത്തിൽ. അതായത് നമ്മളിതിനെ പൊതുവിലൊന്ന് ഒരു ഒറ്റ വാക്കിലൂടെ പറയുകയാണെങ്കിൽ, വിരുന്നുകാരായി എത്തിയവർ വിരട്ടൽ ശക്തിയായി മാറി, എന്നിട്ട് അത് ആ രാജ്യത്തെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ള ഒരു അജണ്ട അത് കൃത്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നടന്നു നീങ്ങുക. ഇത് പറയുമ്പോൾ ഇപ്പൊ ഈ അപ്പച്ചൻ പറഞ്ഞതുപോലെ ഇതിനെതിരെ അവിടെ ഒരു പ്രൊപ്പഗാൻഡ ഇറങ്ങിയപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യത ഉണ്ടായത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ്. ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം ആളുകൾ ഇതിന്റെ ശക്തിയുക്തം, അത് രാജ്യസ്നേഹികളായി, അവരെ തീവ്ര വലതുപക്ഷം എന്ന് നമ്മള് പത്രക്കാരല്ലെങ്കിൽ മറ്റാളുകള് വിശേഷിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു വശം കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അവരൊക്കെ രാജ്യസ്നേഹികളാണ്. അപ്പൊ ഈ നമ്മുടെ രാജ്യത്തെ മറ്റൊരാളെ ഒറ്റാനായിട്ട് വന്ന് നമ്മളെ കീഴ്പ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള മുന്നറിയിപ്പ് ഇവർക്ക്
എല്ലാ തരത്തിലും ലഭിച്ചു. അതിൻ്റെ പരിണിത ഫലമാണ് ഈ കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതലായിട്ട് ഒരു പ്രതിഷേധം. അത് മതപരമായിട്ടല്ല ഒരിക്കലും കൊണ്ടുവന്നിരിക്കുന്നത്. രാജ്യസ്നേഹികളെ, രാജ്യത്തിന്റെ ആ ഒരു ഐഡന്റിറ്റി പോണം ലോകമുള്ളിടത്തോളം കാലം എന്നുള്ള ഒരു പ്രതിധ്വനിയാണ് അവിടെ ഉണ്ടായത്. ഇത് തന്നെ ഇപ്പോൾ യൂറോപ്പിന്റെ മറ്റ് രാജ്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്ന ജർമ്മനിയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ കുടിയേറിയത് ഞങ്ങളുടെ 4 ഭരണകാലത്ത്, അതായത് 16 വർഷം ഭരിച്ച അംഗല മേർക്കലിന്റെ കാലത്താണ്, 2015-16 കാലം. അപ്പൊ അതൊരു ഭയങ്കര കുത്തൊഴുക്കായിരുന്നു. 2 മില്യൺ ആളുകൾ കുടിയേറ്റക്കാരായി, അതും അഭയാർത്ഥികളായിട്ടാണ് വന്നത്. ഈ അഭയാർത്ഥി പ്രവാഹത്തിൽ ജർമ്മനിയുടെ നടു ഒടിയുക തന്നെ ചെയ്തു. അതിന്റെ പരിണിത ഫലം ഇപ്പോൾ ഈ രാജ്യത്തിന്റെ എല്ലാവിധ മേഖലകളും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തുണ്ടാക്കാവുന്ന അതിന്റെ പ്രതിബദ്ധതയായി രാഷ്ട്രീയക്കാർ നിലനിൽക്കേണ്ടിയിരുന്ന സമയം അതിക്രമിച്ചു. അതിപ്പം കൈവിട്ടു പോയ ഒരു സ്ഥിതിയിലാണ് ഇപ്പോഴത്തെ ചാൻസലർ CDUവിന്റെ നേതൃത്വത്തിൽ ഫെഡറിക് മേർച്ച് അധികാരമേറ്റത്. അത് അവർക്ക് ഒരു പരിധി വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ താമസിക്കുന്ന NRV നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിൽ നമ്മുടെ പഞ്ചായത്ത് ആ തരത്തിലുള്ള ഇലക്ഷൻ നടന്നു. ഈ സംസ്ഥാനത്തിൽ മാത്രം ഏറ്റവും വലിയ സംസ്ഥാനം, ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ്. അതില് ഭരണകക്ഷികൾക്ക്, അതായത് ഇവിടെ ഭരിക്കുന്ന CDUവിന്, കേന്ദ്രത്തിലല്ല, ഈ സംസ്ഥാനത്ത് ഭരിക്കുന്ന CDUവിന് തട്ടുകേട് വന്നു. അതോടൊപ്പം കൂടെ നിൽക്കുന്ന SPD തട്ടുകേട് വന്നു. അതിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കിയത് ഏതാണ്ട് 10% AFD എന്ന് പറഞ്ഞ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന ആ ഒരു രാഷ്ട്രീയ കക്ഷി, അവര് തീവ്ര വലതുപക്ഷം എന്ന് തന്നെ ഇവിടുത്തെ ഭരണഘടനാപരമായിട്ടുള്ള കോടതി ചില ഭാഗങ്ങളിൽ അവരെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ നേടി നിൽക്കുന്നത്. പക്ഷെ അവർക്ക് ഭരണത്തിലേക്ക് വരാൻ അവിടെ ഇവിടെയൊക്കെ സാധ്യത ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഇതിന്റെ അർത്ഥം പറയുന്നത് അനാവശ്യക്കാരെ ജർമ്മനിയിലേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ ഭക്ഷണവും ഇവിടുത്തെ സമ്പത്തും ഇവിടുത്തെ സോഴ്സുകളെല്ലാം അവർക്ക് നൽകി അവര് രാജ്യത്തിന് തിരിഞ്ഞപ്പോൾ ഇവിടെ സമാധാനപരമായിട്ട് ജീവിച്ചു പോന്നിരുന്ന മനുഷ്യർക്ക്, അല്ലെങ്കിൽ പൗരന്മാർക്ക്, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഇവിടെ എത്തിയ പൗരന്മാർക്ക് ഇതിന്റെ എല്ലാം തിക്തഫലം ഉണ്ടായി അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, സ്വിറ്റ്സർലൻഡിൽ ഇത് തന്നെ അവിടെ ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവരത് അടിച്ചമർത്തി. കാരണം സ്വിറ്റ്സർലൻഡിന്റെ ആ ഒരു ഭരണഘടനയും ജർമ്മനിയുടെയും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ മറ്റ് പോർച്ചുഗലിലായാലും അല്ലെങ്കിൽ ഇറ്റലിയിലാണ് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ കടന്നുകൂടുന്ന ഒരു രാജ്യം. അപ്പൊ അവിടെ തന്നെ തീവ്ര വലതുപക്ഷം ഏറ്റവും ശക്തമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഇതിനെല്ലാം പ്രതിവിധി എന്ന് പറയുന്നത് പ്രതിഷേധത്തിലൂടെ കൊണ്ടുവരികയാണെങ്കിൽ പോലും ഇവരെ എതിർത്ത് നിൽക്കാൻ പാടുപെടേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ യൂറോപ്പിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് നമ്മൾ നേരത്തെ ഒരു തീപ്പൊരി എന്നൊരു വാക്കാണ് യൂസ് ചെയ്തത്. അപ്പോൾ ആ തീപ്പൊരി ഒരു കാട്ടുതീ പോലെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടരുമ്പോൾ നമുക്കറിയാം, ഈ കളകൾ പറിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ അരങ്ങേറുന്നത്. പക്ഷേ ആ കളകൾ പറിച്ചെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ വിളകൾ കൂടി പറിച്ചെടുക്കപ്പെടാനുള്ള സാധ്യതയില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, അതായത് അവിടെ നേരായ മാർഗത്തിലൂടെ അവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻ സമൂഹത്തെയൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ സ്വരങ്ങൾ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ആ സാധ്യതയും തള്ളിക്കളയാനാവില്ല. അത് ഏറെയാണ്. ഇന്ത്യക്കാരാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഇന്ത്യക്കാരിപ്പോൾ നമ്മുടെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് കുടിയേറിയിരിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ഒരു പക്ഷം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. അത് തന്നെ നമ്മൾ പലയിടത്തും പല സ്ഥലങ്ങളിലും നമ്മളുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ചെറിയ ഒരു ഇൻഫർമേഷൻ ആയിട്ട് നൽകുന്നുണ്ട്. അത് എത്രമാത്രം നമ്മൾക്കത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതികൂലമാകുമെന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. വ്യക്തമാണ്. ഞാൻ ശ്രീ അപ്പച്ചനിലേക്ക് വരികയാണ്.
എന്തുകൊണ്ട് ബ്രിട്ടനിൽ ഈ ഒരു ദുരവസ്ഥ സംഭവിച്ചു? പലരും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതായത് ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്, പ്രത്യേകിച്ച് ലേബർ പാർട്ടിയുടെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പോലും കെയർ സ്റ്റാർമർ അത്ര അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടൊന്നുമല്ല ഈ പ്രതിഷേധ സ്വരങ്ങളോട് സ്വീകരിച്ചിരിക്കുന്നത്. വളരെ ഒരു കർക്കശമായിട്ടുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു. യാഥാർത്ഥ്യം അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ടോ എന്ന കാര്യം പോലും സംശയമാണ്. അപ്പോൾ അവിടുത്തെ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് UK ബ്രിട്ടീഷ് ജനതയെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടില്ല. മാത്രമല്ല, പ്രധാനപ്പെട്ട നഗരങ്ങളുടെ മേയർ പദവിയൊക്കെ ആരാണ് കൈക്കലാക്കി വെച്ചിരിക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ സാദിഖ് ഖാനെ പോലുള്ള ലണ്ടൻ മേയറുടെ ഒക്കെ പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ ചെയ്തികളും ഒക്കെ നമുക്കറിയാം. വിവിധ പ്രധാനപ്പെട്ട നഗരങ്ങളുടെ ഭരണം കൈയാളുന്നതും അവർ തന്നെയാണ്. അപ്പോൾ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് എത്രത്തോളം ഒരു റോളുണ്ട് ഇന്നത്തെ UKയുടെ ഈ ഒരു ദുരവസ്ഥയിൽ? ശ്രീ അപ്പച്ചൻ. ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിനിപ്പോ നമ്മൾ ലേബർ പാർട്ടിയോ കൺസർവേറ്റീവ് പാർട്ടിയുടെയോ നയങ്ങളുമായിട്ട് നമ്മൾ ചേർത്ത് നോക്കുമ്പോൾ ഇത് കാലങ്ങളായിട്ട് അഭയാർത്ഥി പ്രവാഹങ്ങളുണ്ട്. UN നമ്മുടെ ലോക നിയമത്തിന്റെ ഭാഗമായിട്ടാണ് അഭയാർത്ഥികളെ നമ്മൾ പ്രവേശിപ്പിക്കുന്നത്. പക്ഷെ ഈ അഭയാർത്ഥികളെ കയറ്റി അയക്കുന്ന ഒരു ഇസ്ലാമിസ്റ്റ് കയറ്റി അയക്കുന്ന ഒരു പ്രവണതയിലേക്ക്, അവിടെ പ്രക്ഷോഭങ്ങൾ കാണിച്ചുകൊണ്ട് അവിടുന്ന് പ്രക്ഷോഭകരെ ഈ രാജ്യത്തേക്ക് കയറ്റി അയക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ സംഭവം നടന്നുപോയത്. അതിൻ്റെ അകത്ത് ഈ വരുന്ന കുടിയേറ്റക്കാർ ആര് ഭരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തിലാണ് കൺസർവേറ്റീവിൽ നിന്ന് അവര് ലേബറിലേക്ക് വരുന്നത്. ഇപ്പൊ ലേബറിൽ ഇവർക്ക് ഇപ്പോൾ അസഹിഷ്ണുത തുടങ്ങിയിരിക്കുന്നത് കാരണം ഈ ദേശീയ വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഇത്തരം ആൾക്കാരുടെ സംഭാവനകളെ, ഇവർക്ക് വേണ്ടി ഇവർ നൽകുന്ന രാജ്യത്ത് നൽകുന്ന തിന്മകളെ, ഇവയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി മറ്റു സംഘടനകൾ വരുകയും അവര് ലേബറിനും കൺസർവേറ്റീവ് പാർട്ടിക്കും ബദലായി ആകുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ലേബർ പാർട്ടി അവരുടെ നയങ്ങൾക്ക് വ്യതിയാനം വരുത്തിയിരിക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് നയങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു ഇതിനെതിരെയുള്ള ശക്തമായ നടപടികൾ എടുക്കുവാനായിട്ട് ഒരു ഗവൺമെന്റിനും കഴിയില്ല. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവര് ഈ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ ഇതിനെ മുതലെടുക്കുന്നതിന് വേണ്ടി ഈ വർഗീയ അതായത് ഈ ദേശീയത, ഈ അഭയാർത്ഥികൾക്കെതിരെയുള്ള ഈ മുന്നേറ്റത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ വോട്ട് ബാങ്കുകൾ ഉണ്ടാക്കുന്നവരും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പൊ അവരുടെ ഒരു സമ്മർദ്ദവും ഈ തീവ്ര വലതുപക്ഷ കക്ഷികളുടെ അവര് തമ്മിൽ കൈകോർത്തുകൊണ്ടാണ് ഇത്തരം സമരങ്ങൾ നടക്കുന്നത്. ഇപ്പൊ ഇവര് വരുമ്പോൾ, ഇവര് സുഭിക്ഷമായിട്ട് നിൽക്കുമ്പോൾ, ഇവിടെ സൈനികർ, ഇവിടെ ഈ തദ്ദേശീയർ പോലും ഭവനങ്ങളില്ലാതെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ സൈനികർക്ക് വരെ താമസിക്കാൻ ക്ഷാമമുള്ള ഈ രാജ്യത്ത്, പാർപ്പിട സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇല്ലാത്ത ഈ രാജ്യത്ത് സുഭിക്ഷമായിട്ട് ഇത്തരം വരുന്ന അഭയാർത്ഥികളെ രാജ്യത്തിന്റെ മുതൽക്കൂട്ടിനായിട്ട് വരുന്നതല്ല, രാജ്യത്തെ പ്രത്യേക അജണ്ട വെച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഈ ആൾക്കാര് ഇത് ഉപയോഗിക്കുന്നതിൽ സ്വാഭാവികമായിട്ടും ഈ തദ്ദേശീയർ തന്നെയല്ല, ഈ കുടിയേറ്റത്തിൽ വന്ന് നിയമാവത്തിലൂടെ വന്ന ഇന്ത്യക്കാർക്കായാലും ഈ കാര്യങ്ങളിൽ അവരുടെ നിലപാടുകളോട് യോജിപ്പ് തന്നെയാണുള്ളത്. കാരണം ഈ രാജ്യത്തിന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സംസ്കാരവും നമ്മുടെ അച്ചടക്കവും നമ്മുടെ പ്രവർത്തനങ്ങളും സേവന സന്നദ്ധിയും ഒക്കെ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ, നമ്മൾ നമുക്ക് കിട്ടുന്ന ജോലിയുടെ ശമ്പളത്തിന്റെ ഒരു വിഹിതം ഈ രാജ്യത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ സന്തോഷമായിട്ടാണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ ആതുര പരിപാലന രംഗത്തേക്ക്, നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിലേക്ക്, നമ്മൾ നിൽക്കുന്ന രാജ്യത്തെ നമ്മുടെ രാജ്യമായി സ്നേഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ആണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ പ്രവർത്തനങ്ങൾക്കെതിരെ പരോക്ഷമായി നമ്മൾ സപ്പോർട്ട് ഉണ്ടെങ്കിലും റേസിസം എന്ന വാക്കിന്റെ ലൂടെ നമുക്ക് നമ്മളെ വേർതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം നമ്മുടെ മലയാളികൾ നമ്മുടെ തനിമയും നമ്മുടെ ആശയങ്ങളും സംസ്കാരവും ഒക്കെ ഈ ജനതയുടെ കൂടെ ഒന്നിച്ചിരുന്ന് പ്രവർത്തിച്ചുകൊണ്ട് അവരിൽ നമ്മൾ ആരാണെന്നുള്ളൊരു അവബോധം ഉണ്ടാക്കാൻ, നമ്മുടെ ഐഡന്റിറ്റി കാണിക്കുക, നമ്മുടെ ആൾക്കാർ കൂടുതലായിട്ട് പുറത്തേക്ക് തുറന്നു വന്നെങ്കിലോ ഇവരുടെ പൊതുപ്രവർത്തനങ്ങളില്, പൊതുപരിപാടികളില്, സാമൂഹ്യ പ്രവർത്തനങ്ങളില് കൈകോർത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം വന്നില്ലെങ്കിൽ ഇത് നമ്മളെയും ബാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗം.
ഈ കഴിഞ്ഞ ദിവസം നടന്ന റാലിയിൽ അവർ ഉയർത്തിയ ഒരു മുദ്രാവാക്യമാണ്, വൺ ഓഫ് ദി സ്ലോഗനാണ്, അതായത് ഈ സ്റ്റോപ്പ് ദി ബോട്ട്, സെൻഡ് ദം ഹോം, ഇനഫ് ഈസ് ഇനഫ്, സേവ് അവർ ചിൽഡ്രൻ. ഈ വളരെ വലിയ രീതിയിൽ ഈ അഭയാർത്ഥി പ്രവാഹത്തിനെതിരെ, അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള ചർച്ചകൾ UK-ലും യൂറോപ്പിലും ഒക്കെ നടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി, വർഷങ്ങളായി. പക്ഷേ അവിടെ ഇപ്പോഴും ഇത്തരത്തിൽ ഈ ബോട്ടുകളിൽ ഈ അഭയാർത്ഥി പ്രവാഹം എത്ര വലിയ തോതിൽ നടക്കുന്നുണ്ട്? എന്തുകൊണ്ട് ഇത്ര വലിയ പ്രതിഷേധ സ്വരങ്ങൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ആ വരവിനെ തടയിടുവാൻ ഇതുവരെ സാധിക്കുന്നില്ല? അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ ഒരു റീസെന്റ് ഡേറ്റയോ അങ്ങനെയൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ സാധിക്കും? അല്ല, ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ലെങ്കിലും നമ്മളെ അത് കാരണം ഈ വരുന്ന കുടിയേറ്റ ജനത ഫ്രാൻസിലേക്കാണ് എത്തുക, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ബോർഡറിലേക്കാണ് എത്തുന്നത്. അപ്പൊ ആ രാജ്യം ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, കാരണം അവർക്ക് ആ ഭവിഷ്യത്തുകളോ അല്ലെങ്കിൽ ആ ബാധ്യതകളോ ഏറ്റെടുക്കാതെ അവരുടെ രക്ഷപ്പെടുന്നതിനായിട്ടോ അല്ലെങ്കിൽ ഇവരെ മറ്റു രാജ്യത്തേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇവർ കൈകോർക്കുന്നുണ്ട് എന്നുള്ളത് വ്യസ്തതയാണ്. കാരണം ആ രാജ്യത്ത് നിലനിന്നാൽ അവർക്ക് അവിടെ പാർപ്പിടവും കാര്യങ്ങളും സൗകര്യങ്ങളും കൊടുക്കണം. അത് രാജ്യത്തിന്റെ ബാധ്യതയാണ്, രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കും. അപ്പോൾ ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള പഴുതുകളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. അല്ലാതെ വേറെ രാജ്യത്ത് വരാതെ അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുന്ന ഒരു സാഹചര്യങ്ങളില്ല. അപ്പൊ ഈ കാര്യങ്ങളിൽ ഫ്രാൻസുമായിട്ട് സംസാരിച്ചുകൊണ്ട്, അതുപോലെ നമ്മുടെ ബോർഡർ രാജ്യങ്ങളുമായി സംസാരിച്ച്, ഏറ്റവും കൂടുതലായിട്ട് പറയുകയാണ് ഫ്രാൻസ്, ശക്തമായ നിലപാടുകൾ എടുക്കാനും ഫ്രാൻസ് ഇതേപോലെ ബോർഡർ സെക്യൂരിറ്റിയെ വെച്ചുകൊണ്ട് ആ രാജ്യത്തേക്ക് ആൾക്കാർ വരാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ആ രാജ്യത്ത് വരാതിരിക്കുന്ന സാഹചര്യം നമ്മളെപ്പോലെ ഗൗരവപരമായിട്ട് അവരെ ഏറ്റെടുക്കുകയും ചെയ്താൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ അറുതി വരുത്താം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. ഞാൻ അവസാന ഘട്ടത്തിൽ ശ്രീ ജോസ് കുമ്പളൂരിലേക്ക് വരുമ്പോൾ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രതിഷേധ പിക്ചറായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ചയിൽ. അതായത് ഈ കുരിശുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യൂണിയൻ ജാക്ക്, ഒപ്പം തന്നെ സെൻറ്റ് ജോർജ് ക്രോസ്, അതൊക്കെ വളരെ നല്ല കാര്യം. പക്ഷേ യഥാർത്ഥത്തിൽ യൂറോപ്പിൻ്റെ യഥാർത്ഥ സത്വം അത് തിരിച്ചു പിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പഴയ യൂറോപ്പിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ, ഇവർ കൈകളിൽ ഉയർത്തിപ്പിടിച്ച കുരിശ് ഹൃദയങ്ങളിലേക്ക് കൂടി പതിപ്പിച്ചെങ്കിൽ മാത്രമല്ലേ യഥാർത്ഥ യൂറോപ്പിനെ നമുക്ക് പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുവാൻ സാധിക്കുകയുള്ളൂ? ശ്രീ ജോസ് കുമ്പളൂർ. തീർച്ചയായിട്ടും അത് വിശ്വാസപരമായിട്ടാണ് അവിടെ പ്രതിഷേധം ഉയർന്നത്. ഇപ്പം നമ്മുടെ ചിഹ്നം, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ചിഹ്നം കുരിശാണ്. ആ കുരിശിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ക്രൈസ്തവർ അത് നെഞ്ചോട് ചേർക്കുമ്പോൾ അത് ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു മറ്റൊരു കണക്കിലേക്ക് പറയാം, ഞാൻ അതിന്റെ മൊത്തത്തിൽ പറയാം. കണക്കിലേക്ക് വന്നാൽ ഏതാണ്ട് 2050 ആകുമ്പോൾ യൂറോപ്പിലെ മുസ്ലിങ്ങളുടെ എണ്ണം ഏകദേശം 71 ദശലക്ഷം ആയിട്ട് ഉയരുമെന്ന് പ്യൂ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധർ പ്രവചിക്കുന്നുണ്ട്. ഇത് മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് 10% വരും. അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം കണക്കിലെടുക്കുകയാണെങ്കിൽ ഇവര് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ക്രൈസ്തവ ജനതയുടെ എണ്ണം നോക്കുകയാണെങ്കിൽ പുറകോട്ടാണ്. കാരണം നമ്മുടെ കുടുംബങ്ങളിൽ, അല്ലെ ഇവിടുത്തെ ജർമ്മൻകാരുടെ അല്ലെങ്കിൽ യൂറോപ്യരുടെ കുടുംബത്തിൽ കുട്ടികൾ ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ ഇവർക്ക് കുട്ടികളെ വേണം എന്നുള്ള ഒരു ചിന്ത, പ്രത്യേകിച്ച് ഞാനൊക്കെ വന്ന കാലത്ത് ഇവിടെ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ കുട്ടികളുടെ ജനന നിരക്ക് തുലവും കുറവാണ്. അത് ഈ കഴിഞ്ഞ വർഷത്തെ ഒരു റെക്കോർഡ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കോർഡ് പറയുന്നത് ഏതാണ്ട് 7% ചെറിയ വർധനവ് ഈ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിലുണ്ടായെന്നുള്ളത്. അപ്പൊ ഇവർക്ക് അതിൻ്റെ ഒരു അവബോധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ കുട്ടികൾ വേണമെന്നുള്ള ഒരു ചിന്താഗതി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ ഒരു പ്രതിഷേധം അത് ആത്മീയമായിട്ട് തന്നെ എടുത്താൽ പോലും ഈ പറഞ്ഞ 2050 ആകുമ്പോൾ അവരെ 71 ദശലക്ഷത്തിനെ കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം ഇല്ലാതില്ല. രണ്ടാമത്, പ്രതിഷേധത്തിലൂടെ നമ്മളുടെ ആ ഒരു വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നുണ്ട് ഇവർ എല്ലാവരും തന്നെ. ഇപ്പൊ UK-യിലാണെങ്കിലും ഇവിടെ ജർമ്മനിയിലെ ക്രൈസ്തവർ അങ്ങനെ ഇതിനെതിരെ ഇറങ്ങിയിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ക്രൈസ്തവർക്ക് എപ്പോഴും, അല്ലെങ്കിൽ ഇവിടുത്തെ ലാറ്റിൻ
റോമൻ ലാറ്റിൻ ആണല്ലോ ഇവിടുത്തെ ക്രൈസ്തവ സഭ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എപ്പോഴും ഒരു മറ്റുള്ളവരോട് സഹാനുഭൂതിയുണ്ട്. അതിന്റെ ഏതറ്റം വരെ പോകും എന്നുള്ളത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും മനുഷ്യരാണ്, അവർക്കില്ലാത്തവരാണ്, അല്ലെങ്കിൽ അവരുടെ രാജ്യം നഷ്ടപ്പെട്ടവരാണ്, അല്ലെ അവരെല്ലാം ദരിദ്രരാണ്, നമ്മളോട് ചേർന്ന് നമുക്കും അവരെ സഹായിക്കാം എന്നുള്ള ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ അത് ദുരുപയോഗം ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ എവിടെയും കണ്ടു കാണുന്നത്. പള്ളിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി കൊടുത്താണ് ഇവിടുത്തെ ആ ഒരു പിന്നെ നമ്മുടെ പൊതുവിലുള്ള പ്രവർത്തനങ്ങൾ കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ മേലാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ക്രൈസ്തവ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് എപ്പോഴും നമുക്ക് ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം ജോർജ് ചോദിച്ച ആ ഒരു ഇത് നമ്മുടെ മനസ്സിനുള്ളിൽ അല്ല, ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന, അല്ലെ ഹൃദയത്തിൽ നിന്ന് ഉതിർന്നു വരുന്ന ആ ഒരു വിശ്വാസം, അത് നമ്മൾ ഒരിക്കലും കൈവിടാതെയാണ് ഇതിനെല്ലാം പ്രതിഷേധിക്കുന്നത്. ആ പ്രതിഷേധം ഇങ്ങനെ തന്നെ തുടർന്ന് നമ്മുടെ ആളുകൾ, അല്ലെ ക്രൈസ്തവ സഭയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ തന്നെ ഇവര് ഇനിയും മുതിരും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ, അല്ലെ കഴിഞ്ഞ കാലങ്ങളിൽ, ഈ അടുത്ത 2 വർഷത്തെ കാര്യങ്ങൾ എടുത്താൽ തന്നെ നമുക്കത് മനസ്സിലാകും. പക്ഷേ UK നടത്തിയ പോലുള്ള ഒരു കുരിശും എടുത്തിട്ടുള്ള ഒരു പ്രതിഷേധം ജർമ്മനിയിലോ മറ്റ് രാജ്യങ്ങളിലോ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെയല്ല പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ഇതിപ്പം നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ ഒട്ടകത്തിനെ കൂടാരത്തിൽ കയറ്റിയ ഒരവസ്ഥയാണ് UK സംഭവിച്ചിരിക്കുന്നത്. അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പടരുമെന്ന് തന്നെ പറയാം. എങ്കിലും എത്രമാത്രം തീവ്രത ഉണ്ടാകുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്ന, സമാധാനവും സന്തോഷവും ഐക്യവും നടമാടുന്ന സമ്പൽ സമൃദ്ധമായിട്ടുള്ള ആ പഴയ യൂറോപ്പിനെ തിരിച്ചു പിടിക്കുവാൻ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾക്ക് സാധിക്കട്ടെ. തങ്ങളുടെ രാജ്യത്തെ, തങ്ങളുടെ നാടിനെ മുച്ചൂട് നശിപ്പിക്കുന്ന ഈ ഒരു അധിനിവേശ പ്രവണതയെ എന്ത് വില കൊടുത്തും അകറ്റി നിർത്തുവാനും അവർക്ക് സാധിക്കട്ടെ. അതിന് ആത്യന്തികമായിട്ട് വേണ്ടത് ക്രൈസ്തവ മൂല്യങ്ങളിലേക്ക് യൂറോപ്പ് തിരികെ വരിക എന്നുള്ള ഒരു കാര്യമാണ്. അതിനാൽ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് തിരിച്ചു വരുവാൻ യൂറോപ്യൻ ജനതയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജോസ് കുമ്പളവേലിൽ, ഒപ്പം തന്നെ ശ്രീ അപ്പച്ചൻ കണ്ണഞ്ചിറ, 2 പേർക്കും നന്ദി.